അമ്മേ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കല്യാണക്കാരെ മാത്രം എന്നോട് സംസാരിക്കരുതെന്ന്. എനിക്ക് വയ്യ. ഈ 1.5 കാലം വെച്ച് ചമഞ്ഞൊരുങ്ങി മുന്നിൽ പോയി ഇന്ന് പരിഹാസിയാവുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ ഭാരാണെങ്കിൽ ഞാനങ്ങ് മരിച്ചോളാം. മോളെ, ഈ അമ്മയുടെ ദുഃഖം നീ എന്താടി മനസ്സിലാക്കാത്ത? നിന്നിങ്ങനെ തനിച്ചാക്കിയിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സമാനത്തോടെ മരിക്കാൻ പറ്റുന്നു? ഒരമ്മയുടെ തന്നെ നീ മനസ്സിലാക്കണം. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി ഓമനിച്ച് വളർത്തിയിട്ട് എൻ്റെ മോക്ക് ഈ ഗതി വന്നല്ലോ. ദേവകി അമ്മക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ മീനുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ വീൽ ചെയർ അമ്മയുടെ അടുത്തേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി. അമ്മയുടെ കൈ പിടിച്ച് ഗദ്ഗതത്തോടെ പറഞ്ഞു, അമ്മ ചെല്ല്, ഞാൻ വരാം. ദേവകി അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അമ്മയുടെ ചിരി മീനുവിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. മറ്റുള്ളവരിൽ സന്തോഷം നിറക്കാൻ നമ്മുടെ വേദനകൾ ഇത്തിരി നേരം മറച്ചു വെച്ചാൽ മതിയെന്ന് മീനുവിന് തോന്നി. എപ്പോഴാ അവർ വരുന്നേ? ഉച്ച കഴിഞ്ഞിട്ടെന്നാ മാധവമാൻ പറഞ്ഞേ. മീനു നിസ്സംഖ്യയായി ഒന്ന് മൂളി ദീർഘനിശ്വാസം പൊഴിച്ചു. ദേവകി അമ്മ അടുക്കളയിലേക്ക് കയറിയപ്പോൾ മീനു ജനലരിയിലേക്ക് ചേർന്ന് തിരിച്ചു. മഴ തോർന്നെങ്കിലും ഇലകളിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇടവിട്ട് വീണുകൊണ്ടിരുന്നു. ചാമ്പക്കയുടെ ചുവപ്പിൽ തൂങ്ങി നിൽക്കുന്ന മഴത്തുള്ളിയിലേക്ക് തന്നെ മീനു നോക്കിയിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചാമ്പക്ക പറിക്കാൻ മരത്തിൽ കയറിയതും അമ്മാമ്മ വടിയുമായി ഓടി വന്നപ്പോൾ ചന്തിയുത്തി നിലത്തി വീണത് ഓർത്തപ്പോൾ മീനു അറിയാതെ തന്നെ തളർന്ന ഇടതുകാലിലേക്ക് നോക്കിപ്പോയി. കോളേജിലെ അത്ലറ്റിക് ടീമിന്റെ ക്യാപ്റ്റൻ, കോളേജിലെ ഏറ്റവും വേഗം കൂടിയ ഓട്ടക്കാരി. മീനുവിന്റെ ജീവിതം എത്ര പെട്ടെന്നാണ് കീഴ്മേൽ മറിഞ്ഞത്. മീനു അറിയാതെ ചുവരിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പപ്പയുടെ ഫോട്ടോയിലേക്ക് നോക്കിപ്പോയി. ജീവിച്ചിരിക്കുമ്പോൾ ആ ഇളം ചിരിയെന്നും പപ്പയുടെ ചുണ്ടിൽ തങ്ങി നിൽക്കുമായിരുന്നു. മീനാക്ഷി അമ്മ ഇവിടെയെങ്കിലും അല്ലല്ലോ. പുറകിൽ നിന്ന് അനിയത്തി ഗീതുവിന്റെ ശബ്ദം കേട്ടാണ് മീനു ഓർമ്മയിൽ നിന്ന് ഞെട്ടിയുണർന്നത്. ഞാനറിഞ്ഞു ഏതോ രാജകുമാരൻ പെണ്ണാണ വരുന്നുണ്ടെന്ന്. കളിയാക്കണ്ടടി, ഈ കാലം നേരെയായിരുന്നെങ്കിലേ രാജകുമാരനല്ല സാക്ഷാൽ ഗന്ധർവൻ ഇറങ്ങി വരും മോളെ. മീനു തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും ഗീതുവിന് അത് ഫീൽ ചെയ്തിരുന്നു. അവൾ വിഷയം മാറ്റാനെന്നോണം പറഞ്ഞു, കോളേജിലേക്ക് ഞങ്ങളുടെ ഒപ്പനയുണ്ട്, ഞാനാ മണവാട്ടി. മണവാട്ടിയാക്കാൻ പറ്റിയ കോലം. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ. വേഗം വാ, മഴ മാറി, നമുക്കൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങാം. ഗീതു പോയപ്പോൾ അവളുടെ ചിന്ത തന്നെ കാണാൻ വരുന്ന ആ ചെറുപ്പക്കാരനെ കുറിച്ചായി. തന്നെ പോലെ കാല് വയ്യാത്തവനാണെന്ന് കേട്ടപ്പോൾ ഇത്തിരി ആശ്വാസമായി. ഗീതു വലിയ പെണ്ണായി. അതും അമ്മയെ അരട്ടുന്ന പ്രശ്നമാണ്. ഈശ്വര, ഇതെങ്കിലും നടക്കണേ. മീനു കണ്ണാടിൽ നോക്കിയൊന്ന് മന്ദഹസിച്ചു. തന്റെ സൗന്ദര്യത്തിൽ അവൾ തൃപ്തിയാണെന്ന മുഖത്തെ ചിരി വെളിപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിലും ഗീതുവിനേക്കാൾ കാണാൻ ചന്തം മീനുവിനായിരുന്നു. കുരുത്തക്കേടുകൾ ഒപ്പിക്കുമെങ്കിലും നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു അവളെ. എല്ലാവരും പറയും അച്ഛൻ്റെ മോള് മീനുവാന്ന്. എന്നും പപ്പയോട് ഒട്ടിപ്പിടിച്ചായിരുന്നു മീനു. അവൾ എന്ത് കുരുത്തക്കേട് ഒപ്പിച്ചാലും സപ്പോർട്ടുമായി എത്തുന്നു പപ്പയായിരുന്നല്ലോ. അത്രയ്ക്ക് അടുപ്പമുള്ളതുകൊണ്ടായിരുന്നല്ലോ അന്ന് ഇളയമ്മയുടെ വീട്ടിൽ കല്യാണത്തിന് പോകുമ്പോൾ ഗീതുവിനെ ഒഴിവാക്കി ഞാൻ തന്നെ കൂടെ പോയത്. പപ്പയുടെ മരണത്തിലേക്കും തൻ്റെ വൈകല്യത്തിലേക്കുമുള്ള ആ യാത്ര. ബസ്സിൽ പോയാൽ മതിയെന്ന് അമ്മ നിർബന്ധിച്ചിട്ടും പുതിയ കാറിൽ പോകാനുള്ള തൻ്റെ നിർബന്ധ ബുദ്ധിയാണ് പപ്പയുടെ ജീവനും തൻ്റെ കാലും നഷ്ടമാവാൻ കാരണമായതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. 2 ചെറുപ്പക്കാർ കയറ്റി കടന്നു വരുന്ന കണ്ടപ്പോൾ ചെടി നനച്ചുകൊണ്ടിരുന്ന ഓസ് നിലത്തിട്ട് ഗീതു പൈപ്പ് കൂട്ടി. പെണ്ണാണോ വന്നാണോ? ഗീതുവിന്റെ ചോദ്യം കേട്ട് രണ്ടുപേരും മെഴിച്ചു നിന്നു. എങ്ങനെ മനസ്സിലായി? കാലുവയ്യാത്ത ആരാണ് വരുന്നതെന്ന് അമ്മ പറഞ്ഞിരുന്നു. കയറിയിരിക്കും, ഞാൻ അമ്മയെ വിളിക്കാം കേട്ടോ. എടാ പെണ്ണുള്ളാട്ടോ. അതല്ലടാ കുട്ടി, നിനക്കെങ്ങനെ മനസ്സിലായി? അവളുടെ കാലിന് വല്ല കുഴപ്പമുണ്ടോ? ശരിയാണല്ലോ, ദേ അമ്മ വരുന്നു. ദേവകി അമ്മ പടിവാതിൽ വന്ന് നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇരിക്കേട്ടോ, മോളിപ്പോൾ വരും. രണ്ടുപേരും അവരെ നോക്കി ചിരിച്ച് ബഹുമാനിച്ചു. അല്പസമയം കഴിഞ്ഞ് മീനു വീൽ ചെയറിൽ ഉമ്മറത്തേക്ക് വന്നു. ഗീതു ട്രേയിലെ ചായ എടുത്ത് അവർക്ക് കൊടുക്കുമ്പോൾ മീനു തലകുനിച്ച് നിൽപ്പായിരുന്നു. ഗീതു അവളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ മാത്രമാണ് മീനു അവന്റെ മുഖം കണ്ടത്. അവൾ ഇടിവെട്ടേറ്റ പോലെ സ്തബ്ധയായി നിന്നു. അവന്റെ കണ്ണുകളിലേക്ക് ഒരിക്കൽ കൂടി നോക്കാനുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല. വൈശാഖ്, അവളുടെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചുപോയി. അവിടെ നിൽക്കാനേ പിന്നെ തോന്നിയില്ലെങ്കിലും തൽക്കാലം നിന്നേ മതിയാവുമായിരുന്നുള്ളൂ. മൗനം തളം കിട്ടിയ നിമിഷങ്ങൾ വിരസമായി തുടങ്ങി. അവർക്കിടയിലെ മൗനത്തിന് വിരാമമിട്ട് വൈശാഖായിരുന്നു. സോറി മീനു, തന്നെ കാണാൻ വരുന്നെന്ന് സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഫോട്ടോ കൊടുത്തു വിട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഒഴിവാക്കായിരുന്നു. വേദനിപ്പിച്ചെങ്കിൽ മാപ്പ്. വൈശാഖിന്റെ വാക്കുകൾ മീനുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. അപകടത്തിൽ കാല് നഷ്ടമായപ്പോൾ വൈശാഖിനെ ക്രൂശിച്ചതിന്റെ ഫലമാണെന്ന് അവൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. കുറ്റബോധത്തിന്റെ ഭാരത്താൽ അവൾ തലകുനിച്ചേനെയിരുന്നു. മീനു, എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവായേക്കാം. ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് ഞാൻ നിന്നെ വലിച്ചിഴക്കില്ല. എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മീനു. വൈശാഖ് തിരിച്ചു നടക്കുമ്പോൾ അവളുടെ ഹൃദയം 1000 തവണ വെമ്പി നിന്നിരുന്നു. അവനെ തിരിച്ചു വിളിക്കാൻ, ഒന്ന് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരയാൻ. ആ നിമിഷം അവൾക്കൊന്നും മിണ്ടാൻ പോലും കഴിയില്ലായിരുന്നല്ലോ. തൻ്റെ ചെയ്തികളുടെ ഫലം താൻ അനുഭവിച്ചേ മതിയാവൂ. അവൾ സ്വന്തം വിധിയെപ്പോലും പഴിച്ചില്ല. വിവരം പിന്നീട് അറിയിക്കാം, ഞങ്ങൾ ഇറങ്ങുക.
അവരൊന്നും പറയാതെ പടിയിറങ്ങിയപ്പോൾ നിരാശയാൽ ദേവികമ്മയുടെ ശബ്ദം ഇടറിയിരുന്നു. ഈശ്വര, എന്തിനാ എൻ്റെ കുട്ടി എങ്ങനെ കണ്ണീര് കുടിപ്പിക്കണേ? ഇത് വിധിച്ചിട്ടില്ല എന്ന് കൂട്ടിക്കോളൂ. കാര്യമേതു അറിയാതെ അമ്മ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ മനസ്സ് പറഞ്ഞു, പാവ അമ്മ. എന്താ ചേച്ചി, എന്തുണ്ടായേ? അറിഞ്ഞേ പോവുമെന്ന മട്ടിലായിരുന്നു ഗീതുവിന്റെ ഭാവം. മീനു കിടക്കിലേക്ക് തലയായിച്ചിരുന്നു. അവളുടെ ഗദ്ഗതം, വിതുമ്പൽ ഗീതുവിനെ സങ്കടപ്പെടുത്തുകയല്ല, ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തു. പറയേച്ചി, എന്താണെന്നും പറയാതെ പോയത്? എന്താ നിങ്ങൾക്കിടയിൽ പ്രശ്നം? ചേച്ചി ഇപ്പോഴും പറയാറില്ലേ ഞാൻ ചേച്ചിയുടെ അനിയത്തിയിലെ ഫ്രണ്ടാണെന്ന്? എന്തായാലും എന്നോട് പറയൂ ചേച്ചി. മീനു പതുക്കെ തല ഉയർത്തി ജനലിന് പുറത്തേക്ക് കണ്ണു നട്ടുകൊണ്ട് പറഞ്ഞു, ഗീതു, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വേദനിപ്പിച്ച മനുഷ്യനാ ആ പോയത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ കോളേജിൽ എൻ്റെ സീനിയറായിരുന്നെന്ന്. ഞാനും ഫ്രണ്ട്സ് ഒരു കളിപ്പാട്ടം പോലെ അയാളെ തട്ടിക്കളിച്ചിട്ടുണ്ട്. ഇപ്പോഴയാളുടെ മനസ്സിലെ സ്നേഹം മാത്രമാണെന്ന് അറിഞ്ഞപ്പോൾ തളർന്നുപോയി മോളെ. ചേച്ചിക്കാൾ തിരിച്ചു വിളിക്കാൻ പാടില്ലായിരുന്നു, ഇഷ്ടമാണെന്ന് പറയായിരുന്നില്ലേ? ഇപ്പം എനിക്കങ്ങനെ പറയാൻ കഴിയും മോളെ. എനിക്ക് അവനെ പോലെ കാല് വയ്യാണ്ടായപ്പോൾ സ്വയം രക്ഷപ്പെടാനെന്നില്ല അവൻ വിചാരിക്കും. ചേച്ചിക്ക് കോംപ്ലക്സാ? അതെ, കോംപ്ലക്സ് ആയിരുന്നു. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. തന്നെക്കാൾ വലുതായിട്ട് ആരുമില്ലെന്ന അഹങ്കാരം. ഒരിക്കലും വൈശാഖിനോട് പ്രണയാഭ്യർത്ഥന നടത്തി. ഞാൻ കോളേജിൽ കത്തിരിക്കുന്ന സമയമായിരുന്നു. മീനു, ഒന്ന് നിന്നേ. കൂട്ടുകാരികളോടൊപ്പം കോളേജിലേക്ക് അടക്കുമ്പോഴാണ് വൈശാഖ് പിന്നിൽ നിന്ന് വിളിച്ചത്. നിങ്ങൾ നടന്നോ? എന്താ കാര്യം? അത് മീനു, എനിക്ക് മീനുവിനെ ഒരുപാട് ഇഷ്ടമാണ്. ആഹാ, കൊള്ളാലോ. എന്നിട്ട്? അവളുടെ മുഖത്ത് പരിഹാസം നിഴലിച്ചിരുന്നു. മീനുവിനെ കളിയാക്കുവാണോ? പിന്നെ ഞാൻ എന്ത് വേണം? ഒരു ചട്ടക്കാലിനെയും പ്രേമിച്ച് ക്യാമ്പസിലൂടെ ഡ്യൂറ്റും പാടി നടക്കണം. മീനു, ഇതൊക്കെ വലിയൊരു കുറവാണോ? ആണല്ലോ, എല്ലാവരെക്കാളും അരക്കാലം കുറവല്ലേ തനിക്ക്. എന്നാലും എനിക്ക് നിന്നോട് പറയാൻ തോന്നിയല്ലോ. വൈശാഖ് ഒരു നിമിഷം തനിക്ക് ജന്മം തന്നവരെ പോലും ശപിച്ചു പോയി. എന്താ മീനു പ്രശ്നം? അവളുടെ ക്ലാസ്മേറ്റ് ഡേവിഡ് ഇടപെട്ടു. അതെ, ഈ ഒന്നരക്കാലിനോട് മുടിഞ്ഞ പ്രേമാണ് പോലും. എടോ, വികലാംഗരോട് സിമ്പതി വന്ന് പ്രേമിക്കുന്നതൊക്കെ സിനിമയിലാ, ഇത് ജീവിത. ചുറ്റും വിദ്യാർത്ഥികൾ കൂടാൻ തുടങ്ങിയപ്പോൾ വൈശാഖനാകെ അസ്വസ്ഥനായി. എടോ, തന്നെ പോലെ ചട്ടുകാരനെ പ്രേമിക്കാൻ മാത്രം ഊളല്ലേ? വല്ല ചട്ടുകാരുള്ള പെണ്ണിൽ ചെന്ന് ലൈനടിക്കാൻ നോക്ക്. മീനു അറിയാതെ തന്നെ മുറിച്ചു മാറ്റിയ കാലിലേക്ക് നോക്കിപ്പോയി. മോളെ, ഇത് കുടിക്ക്. ദേവകിയമ്മ ചായയുമായി കയറി വന്നപ്പോൾ മീനു കഥയുടെ കെട്ടടച്ചു. ദേവകിയമ്മ മുറി വിട്ടു പോയപ്പോൾ ഗീതു പിന്നെയും നിർബന്ധിച്ചു കോളേജിലുണ്ടായ സംഭവങ്ങളുടെ ബാക്കി പറയാൻ. ഗീതു, ഒന്നെന്നെ പുറത്തേക്ക് കൊണ്ടുപോകും. വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ട് ഈ മുറിയിൽ. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഗീതു തീരുമാനിക്കും. അമ്മാമ്മയുടെ കയ്യിൽ അയാളുടെ അഡ്രസ്സ് ഉണ്ടല്ലോ, എന്ത് ചെയ്യാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ചേച്ചി, ബാക്കി പറ, പിന്നെന്താണ്ടായി? വീൽ ചെയർ തള്ളുന്നതിനിടയിൽ ഗീതു നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് കോളേജ് മതിലിൽ എൻ്റെ അവൻ്റെ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അവനെതിരെ പ്രിൻസിപ്പാളിന് കംപ്ലൈൻറ്റ് കൊടുത്തു. പ്രണയം നിഷേധിച്ചതിനെ അപമാനപ്പെടുത്തിയെന്ന് പറഞ്ഞു അവനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എൻ്റെ ഏറ്റവും വലിയ തെറ്റായിരുന്നു മോളെ അത്. അമ്മേ, എന്നെ നീലച്ചിട്ടാണ് ഷോൾ എവിടെയാ? അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് മീൻ ഉറക്കി വിളിച്ചു ചോദിച്ചു. അലറി വിളിക്കേണ്ട, അലമാരയുടെ അടിവശത്ത് കാണും. ചേച്ചി, ഒന്ന് വേഗം വരുന്നുണ്ടോ? അച്ഛൻ ഇറങ്ങി. ദാ വരുന്നടി. ഒരു സാധനം മര്യാദക്ക് വെക്കില്ലേ അമ്മ? നീ ആ അലമാര മുഴുവൻ വാരി വലിച്ചിട്ടില്ലേ മീനു? എന്നാ അമ്മ നിന്നെ നോക്കി എടുത്തുക. നോക്കിയാലൂടെ കിട്ടണമെങ്കിലേ നീ തന്നെ അലക്കി അയൺ ചെയ്ത് സൂക്ഷിക്കണം. എല്ലാ പെൺകുട്ടികളും അങ്ങനെയാ. തൽക്കാലം ഷോള് വേണ്ട ചേച്ചി, അവിടെ എന്നെ കാണാനിരിക്കുന്നേ. ഡീ, നാവടിക്കടി. അച്ഛൻ്റെ മുമ്പിൽ വെച്ചാണോ തോന്നിയാസി? ഓ, ചേച്ചി വലിയ നല്ല കുട്ടിയാ. ആ മതി മതി, രണ്ടാളും വണ്ടി കയറി. മീനു വണ്ടിയിലേക്ക് കയറിയപ്പോൾ ഗീതു തിരിച്ചു കിടന്നു. ഡീ, നീ ഇതെവിടെ പോന്നു? ഞാനിങ്ങ് വരുന്നില്ല. ഗീതു, നീ കളിക്കാതെ കാര്യം പറ. അച്ഛന് ഓഫീസിൽ എത്തേണ്ടതാ. ചേച്ചിക്ക് എപ്പോൾ ഉള്ളതാ ഓടിച്ചാടി മുന്നിലെ സീറ്റിൽ കയറിയിരിക്കും. അല്ലെങ്കിലും അച്ഛന് അവളോട് ഇഷ്ടമുള്ളൂ. ഓ, അതാണ് കാര്യം. നമ്മൾ ചെന്ന് പിന്നെ കയറിക്കേ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. മീനു പിറുപിറുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി. സാവിത്രിയുടെ കല്യാണത്തിന് മുന്നേ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചെങ്ങനെ പപ്പാ? എനിക്ക് അവിടെയൊന്ന് ഞെട്ടിക്കണം. ഈ ഡ്രൈവിംഗ് ഒക്കെ ധൈര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള മോളെ. ഗീതു ചേച്ചിയെ കളിയാക്കി. എനിക്കതുണ്ടല്ലോ. അതെനിക്കറിയാം. സൈക്കിളിൽ നിന്ന് വീണ് മുറിഞ്ഞ കാൽമുട്ടിൽ കറുത്ത വട്ടം കണ്ടാലറിയാം. ഭയങ്കര ധൈര്യമാണ്. അകത്തേക്ക് കയറുന്ന മോളെ. കോളേജിന് മുന്നെത്തിയപ്പോൾ പപ്പ ചോദിച്ചു. വേണ്ടച്ചാ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. അകത്ത് ഇറങ്ങിക്കോ ചേച്ചി. ചേച്ചിയുടെ കോളേജിലെ ചുള്ളന്മാരെ ഞാനൊന്ന് കണ്ടോട്ടേന്നേ. അതെ, നീ നിന്റെ കോളേജിലെ ചുള്ളന്മാരെ കണ്ടാൽ മതി കേട്ടോ. പപ്പ ഗീതുവിന് തലക്കിട്ടൊരു കിഴിക്കൊടുത്തു. ഈ പെണ്ണിന്റെ നാക്കിനോ ബെല്ലും ബ്രേക്കൂല. പോട്ടെ പപ്പ. ചേച്ചി ടാറ്റാ. കോളേജിലേക്ക് കയറുമ്പോൾ വൈശാഖിന്റെ കൂട്ടുകാർ അവളെ അമർഷത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. പ്രൊഫസർ ചിന്നൻ സാർ എതിരെ വന്നപ്പോൾ അവൾ വിനയത്തോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. മീനു അല്ലേ കോളേജ് മാഗസിൻ്റെ എഡിറ്റർ? അതെ സാർ. കോളേജ് മാഗസിനിലേക്കുള്ള സൃഷ്ടികൾ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞില്ലേ? അതെ സാർ. എങ്കിൽ ഇന്ന് നമുക്ക് ലഭിച്ച സൃഷ്ടികളൊക്കെ വായിച്ച് പ്രസിദ്ധീകരണ യോഗ്യമായി തിരഞ്ഞെടുക്കാം.
ആയിക്കോട്ടെ സർ. പത്രാധിപ സമിതിയിലെ എല്ലാവരെയും വിളിച്ച് ഓഫീസിലേക്ക് വന്നോളൂ. ശരി സർ. ക്ലാസ് റൂമിന് മുന്നിൽ വൈശാഖിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കണ്ടപ്പോൾ മീനുവിന് എന്തോ പന്തികേട് തോന്നി. മീനു, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വൈശാഖിന്റെ കാര്യം എനിക്ക് കേൾക്കണമെന്നില്ല. മീനുവിന് അറിയാത്തൊരു രഹസ്യമുണ്ട്. ഒന്ന് വരും, ഞാനെല്ലാം പറയാം. താല്പര്യമില്ലെങ്കിലും അവൾ എൻ്റെ കൂടെ പുറത്തിറങ്ങി. മീനു വിചാരിക്കും പോലെ വൈശാഖ് നിന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. നിന്നെ അവൻ സ്നേഹിച്ചു എന്നൊരു തെറ്റവൻ ചെയ്തിട്ടുള്ളൂ. അവൻ്റെ കുറവുകൾ മനസ്സിലാക്കാൻ നിന്നെ സ്നേഹിച്ചു. അതല്ലാതെ വേറെ തെറ്റും വൈശാഖ് ചെയ്തിട്ടില്ല. എൻ്റെ ഫോട്ടോ വെച്ച് പോസ്റ്റ് ഒട്ടിച്ച് അപമാനിച്ച അവനല്ലെന്നാണോ? അല്ല മീനു, അവിടെ നിന്ന് എനിക്ക് തെറ്റുപറ്റിയത്. അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. നിനക്കറിയോ, കാലത്ത് കടകളിലും വീടുകളിലും പത്രം ഇട്ടിട്ടാ അവൻ കോളേജിലേക്ക് വരുന്നു. രോഗിയായ ഒരു അമ്മ മാത്രമാണ് അവന് കൂട്ട്. അന്ന് പത്രം ഇവിടെ ഇറങ്ങിയ പുലർച്ചെ അവൻ കണ്ടതാണ് ഡേവിഡും കൂട്ടുകാരനും ആ പോസ്റ്റ് ഒട്ടിക്കുന്നത്. പതിപോലെ എന്തോ കുസൃതിയാവുന്നേ അവൻ കരുതിയുള്ളൂ. വേണമെങ്കിൽ ഡേവിഡിനോട് ചോദിക്കുക, ഈ സത്യം നിന്നോട് പറഞ്ഞ് മാപ്പിരിക്ക് എത്രയോട്ടം നിന്റെ അടുത്ത് വന്നിട്ടുണ്ടവൻ. ഒരു നികൃഷ്ട ജീവിയെ പോലെ നീ അവനെ കേൾക്കാതെ ആട്ടിപ്പായിച്ചു. ഇത്രയും നിന്നെ ഞാൻ അറിയിച്ചില്ലെങ്കിൽ ഞാൻ അവരെ കൂട്ടുകാരനെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്താ അർത്ഥമുള്ളൂ? മീനുവിന് വല്ലാത്ത കുറ്റബോധം തോന്നി. താൻ കാരണം വൈശാഖിന് ക്ലാസ് നഷ്ടപ്പെട്ടു, അപമാനിതനായി. അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. ദീനതയാർന്ന വൈശാഖിന്റെ മുഖമോർത്തപ്പോൾ അപ്പോൾ തന്നെ അവൾക്ക് കാണണമെന്ന് തോന്നി. അവനോട് വല്ലാത്ത സ്നേഹവും അനുകമ്പയും തോന്നും പോലെ. നീ ഇവിടെ നിൽക്കുവാണോ? ചിന്നൻ സാർ വെയിറ്റ് ചെയ്യുക. കൂട്ടുകാരി വിളിച്ചപ്പോഴാണ് അവൾക്ക് മാഗസിന്റെ കാര്യം ഓർമ്മ വന്നത്. മാഗസിനിലേക്ക് കിട്ടിയ എല്ലാ സൃഷ്ടികളും ഓരോന്നായി മീനു വായിച്ചു കേൾപ്പിച്ചു. പ്രസിദ്ധീകരണ യോഗ്യമായതൊക്കെ ചിന്നൻ സാർ മാറ്റിവെച്ചു. ഒടുവിലത്തെ സൃഷ്ടി വൈശാഖിൻ്റെതായിരുന്നു. ആ കവിതയിലെ വരികൾ വായിക്കുമ്പോൾ ഇടക്കവളുടെ ചുണ്ടുകൾ ഇടറുന്നുണ്ടായിരുന്നു, ശംഖ് പിടക്കുന്നുണ്ടായിരുന്നു. പ്രണയം ഇത്ര തീക്ഷ്ണമാണോ? ഇത്രയും എഴുതണമെങ്കിൽ അവൻ എന്നിലേക്ക് എത്രമാത്രം ഇറങ്ങി ചെന്നിരിക്കുന്നു. കടലാസിലേക്ക് ഊർന്നിറങ്ങിയ കണ്ണുനീർ ആരും കാണാതെ വിരൽ തുമ്പുകൊണ്ട് തുടച്ച് അവൾ വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. താൻ കരയുന്നത് ആരും കാണരുതെന്ന് നിർബന്ധമുള്ള പോലെ. ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ മീനു ആദ്യം തിരഞ്ഞത് വൈശാഖിന്റെ സുഹൃത്ത് രാഹുലിനെയാണ്. വൈശാഖിനെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവൾക്ക്. അവന്റെ മനസ്സിൽ താൻ ഇപ്പോഴും ഉണ്ടാവണേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. ക്ലാസ് നടക്കുന്ന സമയമായതിനാൽ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ. അവൾ തണൽ മരച്ചോട്ടിലെ സിമെന്റ് തറയിൽ ഇത്തിരി നേരം ഇരുന്നു. ക്ലാസ്സിൽ കയറാൻ അവൾക്ക് തോന്നിയില്ല. മനസ്സിലെവിടെയോ ഒരു നൊമ്പരം, വല്ലാത്തൊരു അസ്വസ്ഥത. ഒടുവിലെന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൾ പ്രിൻസിപ്പാളിന്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. മേ കമിൻ സർ? യെസ്. പ്രിൻസിപ്പാളിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവളുടെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. എന്താ എന്താ കുട്ടി, പറഞ്ഞോളൂ. എനി അതർ ഇഷ്യൂസ്? നോ സർ, ഞാൻ അന്ന് തന്നിരുന്ന കംപ്ലൈൻറ്റ് പിൻവലിക്കണം സർ. എൻ്റെ ഫോട്ടോ വെച്ച് പോസ്റ്റ് ഒട്ടിച്ച് വൈശാഖ ആയിരുന്നില്ല. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? അവനല്ല സർ, സത്യാവസ്ഥ ഇത്തിരി വൈകിപ്പോയി. ഇത്തിരിയല്ല, ഒത്തിരി വൈകിപ്പോയി. എത്ര വലിയ തെറ്റാ കുട്ടി ചെയ്തെന്നറിയോ? ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയാ നീ തൊലച്ച്. സോറി സർ. സോറി എന്നോടല്ല, ആ കുട്ടിയോടാ പറയേണ്ടത്. എന്തായാലും ഇനി 5-10 ദിവസം കൂടിയല്ലേ ഉള്ളൂ സസ്പെൻഷൻ കഴിയാം. കുട്ടിപ്പോൾ ഇതാരോടും പറയണ്ട. കുട്ടിക്കും കോളേജിന് അത് പ്രതികൂലമായിട്ട് ബാധിക്കും. സാധാരണ കോളേജ് വിട്ട് വീട്ടിലെത്തിയാൽ മുറ്റത്തെ ചെടികൾക്ക് വെള്ളമൊഴിച്ചും മണ്ണികളെത്തിയും പൂക്കളെ തലോടി നേരം കളയാറുള്ള മീനു അന്ന് എത്തിയ ഉടനെ ബെഡിലേക്ക് വീണു. ചേച്ചിയെപ്പോ വന്നു? ടെറസിൽ നിന്ന് ഉണങ്ങാനിട്ട തുണികളെടുത്ത് അകത്തേക്ക് വന്ന ഗീതു ചോദിച്ചു. ഇപ്പൊ വന്നേ ഉള്ളൂ. എന്തുപറ്റി മീനാക്ഷിയമ്മേ, ഒരു ക്ഷീണം? പീരീഡ്സ് ആയോ? പീരീഡ്സ് ആയാലും കിടക്കാൻ പാടുള്ളൂ? മീനു നീരസത്തോടെ ചോദിച്ചു. ചേച്ചി ഇങ്ങനെ കണ്ണടിച്ച് കമിഴി നിൽക്കുന്ന ആ സമയത്തെ കാണാറുള്ളൂ, അതുകൊണ്ട് ചോദിച്ചാണേ. പിൻവലിച്ചിരിക്കുന്നു, ദാ പോരെ. മീനു ഒന്നും മിണ്ടാതെ മനോരാജ്യത്തിൽ മൊഴി. നീ ആ ചെടികൾക്ക് ഇത്തിരി വെള്ളം നനച്ചേ. അതൊക്കെ ഞാൻ നനച്ചോളാം. കോളേജിൽ പോകുമ്പോൾ കണ്ട മീനാക്ഷി അല്ലല്ലോ തിരിച്ചു വന്നപ്പോൾ കാണുന്നു. പറ, വല്ല പ്രേമത്തിലും തലകുത്തി വീണോടാ? നീ ഒന്ന് പോകുന്നുണ്ടോ? മീനുവിന് ദേഷ്യം വന്നു. ഞാൻ പോയേക്കാവേ. മീനു എന്തി? അവളോട് പഠിത്തം നിർത്തി വന്ന് ഫുഡ് കഴിക്കാൻ പറ. അത്താഴം കഴിക്കാനിരുന്ന പപ്പ ദേവികമ്മയോട് പറഞ്ഞു. ദേവികമ്മ മീനുവിനെ വിളിക്കാൻ അകത്തേക്ക് പോയപ്പോൾ ഗീതു പപ്പക്ക് ചോറിട്ട് കൊടുത്തു. പപ്പ, ഇന്ന് ഗീതുവിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, പൊട്ടാറ്റോ സൂപ്പ്. അതെ, പപ്പക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം എന്നുണ്ട്. പപ്പയിൽ എന്നോട് പറഞ്ഞ് കല്യാണത്തിന് മുമ്പ് പാചകമൊക്കെ പഠിക്കണമെന്ന്. അതിനിപ്പോ നിന്നെ ആരാ കെട്ടിച്ചു വിടുന്നു? പപ്പ, എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ കല്യാണം ഒരുമിച്ച് നടന്നായിരിക്കും നല്ലത്. പപ്പക്ക് ചിലവ് പറഞ്ഞിട്ടാണെങ്കിൽ മതി. ആ, നീ വലിയ വായിൽ വർത്താനം പറയാതെ ചെറിയ വായ കൊണ്ട് കഴിക്കാൻ നോക്ക്. മോളെ മീനു, പപ്പ വിളിക്കണു, കഴിക്കാൻ വരാൻ. ദേവകിയമ്മ അവിടെ കിടപ്പ് കണ്ട് നെറ്റിയിൽ കൈവച്ച് നോക്കി. എന്താ മോളെ, സുഖമല്ലേ? ഏയ്, ചെറിയൊരു തലവേദന, അവൾ പറഞ്ഞു. എന്നാ ഇത്തിരി കഞ്ഞി എടുക്കട്ടെ? വേണ്ടമ്മേ, വായിക്കൊക്കെ വല്ലാത്ത കയ്പ്. എന്നാ കിടന്നു, പനിയുടെ കോള. രാവിലെ മീൻ എഴുന്നേൽക്കാൻ വൈകിയപ്പോൾ ഗീതു പുതപ്പ് കഴത്തി അവളെ വിളിച്ചു. ചേച്ചി എണീക്ക്, നേരെ ഒത്തിരിയായി. ഗീതു കുലുക്കി വിളിച്ചു.
അപ്പോഴാണ് മനസ്സിലായത് മീനു വല്ലാണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഗീതു വേഗണീറ്റു മുടിയും വാരിക്കെട്ടി അടുക്കളയിലേക്ക് നടന്നു. അമ്മേ, ചേച്ചിക്ക് നല്ല പനി. ബാത്റൂമിൽ നിന്നിറങ്ങി വന്ന പപ്പ ഇത് കേട്ട് മീനുവിന്റെ മുറിയിലേക്ക് ചെന്നു. മോളെ എണീക്ക് മോളെ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. മീനു ഒരു ഞരക്കത്തോടെ എണീറ്റു. അപ്പോഴേക്കും ഗീതു കാപ്പിയും കൊണ്ട് വന്നിരുന്നു. മോളെ, ചേച്ചിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്ക്. നീ കൂടെ ചെല്ല്, ദേവകിയമ്മ പറഞ്ഞു. ഗീതു മീനുവിന്റെ മുടി ചീകി നോക്കി നൈറ്റ് മാറ്റി ചുരിദാർ ഇടിവിച്ചു. ദേവകിയമ്മ മീനുവിന് കഞ്ഞി കൊടുക്കുമ്പോഴേക്കും ഗീതു ഡ്രസ്സ് മാറി വന്നു. അവൾ മീനുവിനെ താങ്ങിപ്പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു. ഹോസ്പിറ്റൽ വരാന്തയിലെ കസേരയിൽ മീനുവിനിരുത്തി ഗീതുവും കൂടെയിരുന്നു. OP വരി നിൽക്കുകയായിരുന്നു പപ്പ. ഇത്തിരി നേരം അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ മുന്നിലൂടെ അതിവേഗം കടന്നുപോയ ആ ചെറുപ്പക്കാരനെ മീനു ശ്രദ്ധിച്ച്. ഒരുപക്ഷെ കാല ഏച്ചി വെച്ച് നടക്കുന്നു കണ്ടിട്ടാവാം അവളുടെ തല പെട്ടെന്ന് ഉയർന്ന്. ഒരു കയ്യിൽ മരുന്നും മറുകൈയിൽ സീട്ടുമായി പരിഭ്രമത്തോടെ തന്നെ കടന്നുപോയ വൈശാഖ്. അസുഖം പോലും വകവെക്കാതെ മീനു ആവുമ്പോയ വഴി ഓടിച്ചെന്നപ്പോൾ ഗീതോളെ പിന്തുടർന്നു. അവൾ ഓടിച്ചെല്ലുമ്പോഴേക്കും അവൻ വരാന്തയിൽ നിന്നും പാസേജ് കിടന്നെങ്ങോ മറിഞ്ഞിരുന്നു. ആർക്കും അപകടം സംഭവിച്ച വ്യഗ്രതയുണ്ടായിരുന്നു അവരിൽ. ദിവസങ്ങൾക്ക് ശേഷം കോളേജിലെത്തിയപ്പോൾ അവന്റെ സുഹൃത്ത് രാഹുൽ പറഞ്ഞാണ് അറിഞ്ഞത് വൈശാഖിന്റെ അമ്മ മരിച്ചെന്ന്. എന്തായിരുന്നു അസുഖം? ക്യാൻസർ ആയിരുന്നു. ഡോക്ടർമാർ നേരത്തെ വിധി എഴുതി കഴിഞ്ഞ. ഇത്രയും ജീവിച്ചതിന് അവരുടെ സ്നേഹവും പരിചരണം കൊണ്ടാ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവനമ്മയെ. വൈശാഖിനെ കുറിച്ച് ചോദിക്കാറുണ്ടോ രാഹുൽ? ഇല്ല, അവനൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു മീനു. അമ്മ കൂടി പോയപ്പോൾ തനിക്ക് ആരുമില്ലെന്നും താൻ അനാഥനായെന്നും പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. എനിക്കവനെ കാണണം രാഹുൽ. അവൻ തനിച്ചല്ല. അവൻ്റെ എല്ലാ സങ്കടത്തിലും കൂടിയിരിക്കാൻ ഇനി മീനും ഉണ്ടാവും. അമ്മയായി, പെങ്ങളായി, അവനെന്നും പ്രിയപ്പെട്ട കാമുകിയായി. അത് കേട്ടപ്പോൾ രാഹുലിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. രാഹുൽ, എൻ്റെ കൂടെ വരണം. നമുക്ക് ഇപ്പം തന്നെ അവൻ വീട്ടിൽ ചെന്ന് കാണാം. രാഹുൽ ബൈക്ക് എടുത്ത് വരും വരെ മീനു ഗേറ്റിൽ കാത്തിരുന്നു. അപ്പോൾ അവിടെ മനസ്സിൽ ആദ്യമായി പ്രണയാഭ്യർത്ഥന നടത്താൻ പോകുന്ന പെൺകുട്ടിയുടെ നാണമോ പരിഭ്രമമോ ആയിരുന്നില്ല, മറിച്ച് ജീവിതം കൊണ്ട് തെറ്റിദ്ധരുത്താനുള്ള പ്രണയാഗ്നിയുടെ പൊള്ളലായിരുന്നു. രാഹുൽ അവളുടെ മുമ്പിൽ ബൈക്ക് നിർത്തി. അവൾ അവൻ്റെ പിന്നിൽ കയറവേ രാഹുൽ ബാഗ് വാങ്ങി മുന്നിൽ വെച്ചു. ബൈക്ക് റെയിൽവേ ഗേറ്റ് കടന്ന് പിന്നെയും മുന്നോട്ട് പോയി. ഒത്തിരി ദൂരം ഇനിയുണ്ടോ രാഹുൽ? ഇല്ല, എത്താറായി. അവൻ അവിടെ തന്നെ കാണുമായിരിക്കും അല്ലേ? നീ ടെൻഷൻ അടിക്കാതെ, നമുക്ക് നോക്കാം. രാഹുൽ ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്ത് കീഴോട്ടിറങ്ങിപ്പോകുന്ന നടപ്പാതയിലേക്ക് നടന്നു. ആ വഴി നേരെ ചെന്നെത്തിയ ഒരു ക്ഷേത്രത്തിന് പിന്നിലേക്കാണ്. ദാ ആ കാണുന്ന പുഴക്കത്തിരുന്ന വൈശാഖ എഴുതാറ്. അടുത്തുള്ള പുഴ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു. ദാ ഇതവന്റെ വീട്. മുറ്റത്തേക്ക് കടക്കുന്ന വഴിയിലെ മരത്തടിയിൽ ആണി അടിച്ചുറപ്പിച്ച ഗേറ്റ് രാഹുൽ തള്ളി തുറന്നു. വീട് പൂട്ടിക്കിടക്കാൻ തോന്നല്ലോ, മീനു സംശയം പ്രകടിപ്പിച്ചു. ഓലമേഞ്ഞ വീടിന്റെ കഴുക്കോലൊക്കെ ദ്രവിച്ചു തുടങ്ങിയിരുന്നു. കുമ്മായം തേച്ചിട്ടില്ലാത്ത ചുമരിൽ പ്രശസ്ത ചിത്രകാരൻ വാൻഗോക്കിന്റെയും ചെഗ്വേരുടെയും കലണ്ടറുകൾ. മീനു സംശയിച്ച ശരിയായിരുന്നു. വീട് പുറത്തുനിന്നും പൂട്ടിയിരുന്നു. മീനു ചുറ്റുവട്ടത്തെ പറമ്പ് മുഴുവൻ കണ്ണോടിച്ചു. കുറച്ച് തെക്കുമാറിയൊരു കുഴിമാടം. വൈശാഖിന്റെ അമ്മയെ അടക്കം ചെയ്ത് അവിടെയാണെന്ന് അവൾ ഊഹിച്ചു. ഏതോ സംഘടന സമർപ്പിച്ച റീത്ത് ഉണങ്ങി അമർന്നു തുടങ്ങിയിരുന്നു. രാഹുൽ, നമുക്ക് അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചു നോക്കാം. ശരി, വാ. അവരടുത്ത വീട്ടിലേക്ക് നടന്നു. ഒമ്മറത്താരെയും കാണാഞ്ഞ് രാഹുൽ കോളിംബില്ലിൽ വിരലമർത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രായം ചെയ്യുന്ന ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരാ? എവിടുന്നാ കുട്ടിയോളെ? ഞങ്ങൾ വൈശാഖിന്റെ കോളേജിലെ സ്റ്റുഡൻസാ. ആ, നിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാരനല്ലേ? പുഴക്കരയിലൊക്കെ അവൻ്റെ കൂടെ കണ്ടതായിട്ട് ചെറിയൊരു ഓർമ്മ. അതെ, ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ആ, എന്നാ മുറ്റത്ത് നിൽക്കാതെ കയറിയിരിക്കും കുട്ടിയോളെ. അവർ ഉമ്മറത്തെ കസേരയിലിരുന്നു. ഞങ്ങൾ വൈശാഖിനെ കാണാൻ വന്ന. വീട് പൂട്ടിക്കിടക്കുന്നു. അവൻ ഇവിടം വിട്ട് പോയി കുട്ടിയോളെ. എവിടേക്കാ പോകുന്നതെന്ന് എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല. അവൻ്റെ മനസ്സിലൊരു അഗ്നിപർവ്വം പുകയുന്ന എനിക്ക് കാണായിരുന്നു. ഒരു യാത്ര അനിവാര്യമാണെന്ന് എനിക്കും തോന്നി. മീനും ഷോക്കേറ്റ പോലെ തരിച്ചിരുന്നു പോയി. ഇന്ന് കാലത്ത് ഇവിടെ വന്ന് വീടിൻ്റെ താക്കോലിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എങ്ങോട്ടേലും പോവാന്ന്. എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ബാഗ് കൊടുത്ത് പടിയിറങ്ങി. ഞാൻ തടയാൻ നിന്നില്ല. ഒരു യാത്ര അവന് ആവശ്യമാണെന്ന് എനിക്കും തോന്നി. മീനു അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നെങ്കിലും മനസ്സ് മുഴുവൻ ഏതോ തെരുവിൽ അലയുന്ന വൈശാഖിന്റെ മുഖമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം അവനവിടെ ആരാവുള്ളേ? ബന്ധങ്ങളുടെ അവസാന കണ്ണിയായി അമ്മയും പോയപ്പോൾ മാനസിക നില തെറ്റിയ പോലെയായിരുന്നു അവൻ്റെ അവസ്ഥ. എപ്പോഴും ഒറ്റക്കാ പുഴക്കരയിൽ പോയിരിക്കും. മീനുവിനൊന്ന് പൊട്ടിക്കരണമെന്ന് തോന്നി. കണ്ണുനീർ വീഴാതിരിക്കാൻ അവൾ വല്ലാതെ പാടുപെട്ടു. ഞങ്ങൾ ഇറങ്ങിട്ടെങ്കിൽ. മീനുവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി രാഹുൽ അവിടെ നിന്ന് ഇറങ്ങാൻ ധൃതി കാണിച്ചു. തിരിച്ചു വരാൻ നേരം മീനു പറഞ്ഞു, രാഹുൽ, നമുക്ക് ആ പുഴയുടെ ഓരത്ത് ഇത്തിരി നേരം ഇരിക്കാം. രാഹുൽ അവളെയും കൂട്ടി പുഴക്കരയിലേക്ക് നടന്നു. അവിടെ ഇരിക്കുമ്പോൾ വൈശാഖ് കൂടെയുള്ള പോലെ അവൾക്ക് തോന്നി.
അവൻ ഈ പുഴക്കരയിൽ നിന്ന് അവൻ്റെ കവിത ചൊല്ലാറുണ്ട്. മീനു ബാഗിൽ നിന്ന് കോളേജ് മാഗസിൻ പുറത്തെടുത്തു. അവൻ്റെ ഈ പ്രസിദ്ധീകരിച്ച കവിത അവൻ എപ്പോഴെങ്കിലും കാണാനിടയുണ്ടോ? അവൾ ആ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ ബ്രാക്കറ്റിൽ നിന്നും കണ്ണുകൂട്ടി കുത്തിയെടുത്ത ഉത്തരമായിരുന്നില്ല സഖാവേ. പരസ്പരം കലയിച്ചു നാം സംഗ്രഹിച്ചെഴുതാൻ കഴിയാതെ വേർപാടിൻ്റെ പ്രബന്ധമായി വിന്യസിച്ചുകൊണ്ടിരുന്നു. എന്നും ചേരുംപടി ചേരാതെ ചോദ്യചിഹ്നമായി ധ്രുവങ്ങളിലേക്ക് അകന്നു പോകുമ്പോഴും കറക്കി കുത്തിയ ഉത്തരങ്ങളല്ലേ എന്നെ കളിയാക്കി ചിരിച്ചത്. മീനു 5 വർഷമായി സൂക്ഷിച്ചു വെച്ച മാഗസിൻ ഗീതു വാങ്ങി മറിച്ചു നോക്കി. ഇപ്പോഴും അയാൾ എഴുതാനുണ്ടാവും ചേച്ചി, ചിലപ്പോൾ വലിയ കവിയായി കാണും. ഗീതു മീനുവിനെ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പതുക്കെ നടത്താൻ തുടങ്ങി. ചേച്ചിയെ കൃത്രിമക്കാലം ഒറ്റയ്ക്ക് നടത്തും ഞാൻ. പിന്നെ ഒരു ജോലി, അതിനും എനിക്ക് വൈശാഖൻ സാറിനൊന്ന് കാണണം. അമ്മേ, മാധവമാമയുടെ ഫോൺ നമ്പർ എത്രയാണെന്നറിയോ? എനിക്കിപ്പോൾ എന്തിനാ അമ്മാമ്മയുടെ നമ്പർ? സാവിത്രി വിളിക്കാനാ. ഷോക്കേസിൻ്റെ അരികിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഗീതു നമ്പർ നോക്കി ഡയൽ ചെയ്തു. ഹലോ, ആരാ? ഞാനാ ഗീതു. ഓ, ശ്രീ ആയിരുന്നോ? അമ്മാമ്മയില്ലേ? അച്ഛൻ വിളിക്കുവാ, ഇപ്പോൾ വരും. അച്ഛാ ഫോൺ. പിന്നെന്താ വിശേഷം? ആ, നീ ആ വാര്യത്താമൂനെ വളച്ചെടുത്തെന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ. ഇത് കളിയിലടി, സീരിയസാ. നാലും നിന്നെ സമ്മതിക്കാം കേട്ടോ. ആളിന്റെ മുഖത്തുകൂടി നോക്കാത്ത കുട്ടിയാ. എല്ലാരും പറയും വാര്യത്താമൂനെ കണ്ട് പഠിക്കുന്നു. ഗീതു, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ ശ്രീ? എന്നെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ അച്ഛനൊരു പ്ലാനുണ്ട്. നീ കട്ടക്ക് നിന്ന് എതിർത്തേക്കണേ. അതൊന്നും നടക്കൂല. നീ നമ്മളെ മുറച്ചെറുക്കനല്ലേടാ. അമ്മൂനോട് പോവാൻ പറ. ദേ തമാശകൾ ഗീതു. ഞാനൊരു ആലോചന മുടക്കി തന്നാ എനിക്ക് എന്ത് തരും? ആരാടാ ഫോണില്? അവളുടെ സംസാരത്തിന് വിരാമം ഇട്ടുകൊണ്ട് മാധവമാമ കടന്നു വന്നു. ഗീതുവാ, എടി ഞാൻ അച്ഛന് കൊടുക്കാം. എന്താ മോളെ കാര്യം? അതെ, അമ്മാമ്മയുടെ കയ്യിൽ അന്ന് ചേച്ചി കാണാമെന്നൊരു അഡ്രസ് ഉണ്ടോ? ഇല്ലല്ലോ മോളെ, ആ ബ്രോക്കർ കുമാരനാ അവരെ പറഞ്ഞിട്ട്. ശരി മാമേ. ആ ഭാസ്കരൻ തേങ്ങിടാൻ വന്നിരുന്നോ? ആ, വന്നിട്ടുണ്ട്. ഗീതു ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നാ വെച്ചോ, അമ്മയോട് പറ മാമ വൈകുന്നേരം വരാന്ന്. ശരി മാമേ. എടി ഗീതു, ഭാസ്കരനുണ്ട് തേങ്ങിടാൻ വന്നിരിക്കുന്നു. നീ ആ കാർ ഷെഡിലേക്ക് കയറ്റിയിട്. തേങ്ങ വീണ് ഗ്ലാസ് പൊട്ടണ്ട. ശരി. അവൾ കാറിന്റെ കീയും വിരലിട്ട് ചുഴറ്റിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മീനു വീൽ ചെയറിൽ നിന്ന് പത്രം വായിക്കുകയായിരുന്നു. ഗീതു കാറ് പിന്നോട്ടെടുക്കുമ്പോൾ മീനു അറിയാതെ പപ്പയെ ഓർത്തു പോയി. ആ ഓർമ്മകൾ അവൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. പപ്പയുടെ ജീവനും തൻ്റെ കാലുമെടുത്ത ആ കാറ് മീനു വല്ലാതെ വെറുത്തുപോയിരുന്നു. ചേച്ചി, നമുക്കൊരേ ഇളനീരങ്ങോട്ട് കാച്ചിയാലോ? അതിന് ഇളനീരെവിടെ? അതൊക്കെ ഗീതു ഏറ്റു. അതും പറഞ്ഞ് ഗീതു തൊഴിലേക്ക് ഇറങ്ങി. ഭാസ്കരേട്ടാ, അതിന് 2 ഇളനീരൂടെ ഇടണേ. തെങ്ങിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഭാസ്കരനോട് ഗീതു വിളിച്ചു പറഞ്ഞു. ഭാസ്കർ ഇളനീരിനെ മൂട് വെട്ടി 2 ആൾക്കും കൊടുത്തു. ഇളനീര് കുടിക്കുമ്പോഴും ഗീതുവിൻ്റെ മനസ്സ് ബ്രോക്കർ കുമാരനെ കുറിച്ചായിരുന്നു. അയാളെ കണ്ടെത്തണം. അപ്പോൾ വൈശാഖിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ചേച്ചിക്ക് ബ്രോക്കർ കുമാരൻ്റെ വീട് അറിയോ? എന്തിനാ നിനക്ക് ചെക്കനപ്പാനാ? വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാമൊക്കെ എനിക്ക് എന്തിനാ മീനാക്ഷി ബ്രോക്കർ? എനിക്കറിയില്ല, നീ അമ്മയോട് ചോദിച്ചു നോക്ക്. ചേച്ചിക്ക് വൈശാഖിൻ്റെ ആലോചന കൊണ്ടുവന്ന് ആ ബ്രോക്കറാണ്. അയാളെ കണ്ടെത്തിയ വൈശാഖ് ഇവിടെ ഇപ്പോൾ താമസം എന്നറിയാം. നീ ഇപ്പോൾ വൈശാഖിനെ തിരഞ്ഞ് പോവേണ്ട ഗീതു. ആ പാവം കാലിനൊക്കെ സ്വാധീനമുള്ള നല്ല കുട്ടി വിവാഹം ചെയ്ത് സുഖമായിട്ട് ജീവിച്ചോട്ടെ. മീനൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അയാൾ ചേച്ചി ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്വേഷിക്കില്ലായിരുന്നു. ചേച്ചിക്ക് അയാളോട് വെറുപ്പായിരിക്കുന്ന വിചാരം കൊണ്ട് മാത്രമാണ് അയാൾ തിരിച്ചു പോയത്. ചേച്ചി വൈശാഖിനെ സ്നേഹിക്കുന്നതെന്നറിയുമ്പോൾ അയാളെ സന്തോഷത്താൽ മതിമറക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് വൈശാഖിനെ കണ്ടെത്തണം ചേച്ചി അയാൾ അന്വേഷിച്ചു പോയിരുന്നെന്നും അയാൾ നാട് വിട്ടു പോയതറിഞ്ഞ് എന്തുമാത്രം വേദനിച്ചെന്നും അയാൾക്ക് മുമ്പിൽ എനിക്ക് വെളിപ്പെടുത്തണം. മോളെ. മീനു അടുത്തിരുന്ന ഗീതുവിനെ സ്നേഹത്തോടെ തലോടി. പിന്നെ കയ്യിലിരുന്ന പത്രം ഗീതുവിനെ കാണിച്ചു. പത്രത്തിൽ ഏതോ ഹെഡ്ലൈനേക്കാൾ വിരൽ ചൂണ്ടി ഗീതു ആ വാർത്ത ശ്രദ്ധയോടെ വായിച്ചു. സേവ്യർ പുരസ്കാരം വൈശാഖ് തുരുത്തിക്ക്. അതായിരുന്നു ആ ഹെഡ്ലൈൻ. ഈ വർഷത്തെ സേവ്യർ അവാർഡ് യുവകവി വൈശാഖിന്. സേവ്യർ തോപ്പിലിന്റെ ചരമവാർഷിക ദിനം ഡിസംബർ 4 3 മണിക്ക് ടൗൺ ഹാളിൽ വെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങലും കവി സമ്മേളനവും. മാഗസിനിലെ കവിത വായിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു ഗീതു അവൻ ഉയരങ്ങളിലെത്തുമെന്ന്. അത്രയ്ക്ക് അനുഭവങ്ങൾ അനുഭവഭീതമായിരുന്നു അവൻ്റെ രചനകൾ. ഡിസംബർ 4 നമ്മൾ അവനെ കാണും ചേച്ചി അവളുടെ മനസ്സുറക്കണം. ചെയ്തതിന് പശ്ചാത്തപിക്കുന്നതിൽ ഒരു കുറവും വിചാരിക്കേണ്ട ചേച്ചി. വേണ്ട ഗീതു, എനിക്കവനെ ഫേസ് ചെയ്യാനുള്ള കരുത്തില്ല. ഞാൻ വരില്ല. ചേച്ചി വരും. ഗീതു ആ പറയുന്നു. വേണോ ഗീതു? ഈ യാത്ര ചേച്ചിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ചേച്ചിയുടെ സ്നേഹത്തിന് വേണ്ടി കെഞ്ചിയവനാണ് വൈശാഖ്. ഇനിയും ആ മനസ്സ് കണ്ടില്ലെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല ചേച്ചി. പോകാം, ഒന്നുകൂടെ കാണുന്ന മനസ്സ് പറയുന്ന പോലെ. പോകുന്നതിൻ്റെ തലേന്ന് മീനു ഗീതുവിനോട് ചോദിച്ചു. അമ്മയോട് നമ്മൾ എവിടെ പോകുന്നെന്നാ പറയാ?
അതൊന്നും മീനാക്ഷി അറിയണ്ട, ഒക്കെ ഞാൻ സെറ്റായിക്കോളാം. ചേച്ചി ഞാൻ കാർ കയറ്റിയിരുത്തും, അടങ്ങി അവിടെ ഇരുന്നാൽ മാത്രം മതി. നീ എന്നെ മറ്റേ കാലുകൂടി ഓടിക്കോടി ചേച്ചി. വേണ്ട വേണ്ട. അന്ന് ചേച്ചി പതിവിൽ ഉത്സാഹത്തിലായിരുന്നു. എന്നും കുളിക്കുമ്പോൾ ചിലയിടങ്ങളിൽ സോപ്പ് തേക്കവേ ബാത്റൂമിൽ നിന്ന് പുറത്താക്കാറുള്ള എന്നെ ചേച്ചി മറന്ന പോലെ. എന്നും ഞാൻ മുടി ചീകി പൊട്ട് തൊട്ട് അണിയിച്ചിരിക്കുമ്പോൾ അത്രയൊക്കെ മതിയടി എന്ന് പറഞ്ഞ് അലസ്യാവാറുള്ള ചേച്ചി അന്ന് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് കണ്ണാടിയിൽ ചെരിഞ്ഞു മറിഞ്ഞു നോക്കി തൃപ്തി വരുത്തുന്നത് കണ്ടപ്പോൾ ഗീതുവിന് വല്ലാത്ത സന്തോഷം തോന്നി. ചേച്ചി എന്തുമാത്രം മാറിയിരിക്കുന്നു. ഗീതു, കുറച്ചേരം എന്നെ ഒന്ന് നടത്താവോ? ഗീതു അവളെ എഴുന്നേൽപ്പിച്ചു. ഇത്തിരി നടന്നപ്പോൾ മീനു പറഞ്ഞു, ഒറ്റയ്ക്കൊന്ന് നടന്നു നോക്കട്ടെടി. നടക്ക് ചേച്ചി, ചേച്ചിക്ക് പറ്റും. അതും പറഞ്ഞ് ഗീതു പതിയെ പിടുത്തം വിട്ടു. മീനു പതിയെ നടക്കാൻ ശ്രമിച്ചു. അവൾ നടന്നെടുക്കുന്നത് വൈശാഖിലേക്ക് കാണുന്ന തോന്നൽ അവളിൽ ഊർജം പകർന്നു. മീനു കണ്ണാടിയിൽ നോക്കിയൊന്ന് ചിരിച്ചു. താൻ പതിവിലും സുന്ദരിയായിരിക്കുന്ന അയാൾക്ക് തോന്നി. ചേച്ചി, സമയമായി, പോയാലോ? ഗീതോടെ താങ്ങി പിടിച്ച് കാറിനടുത്തേക്ക് നീങ്ങി. സൂക്ഷിച്ച് പോണേ മക്കളെ, അമ്മ ഓർമ്മിപ്പിച്ചു. യാത്രക്കിടയിലെ കാഴ്ചകൾക്ക് പതിവിലും ഭംഗിയുണ്ടെന്ന് മീനുവിന് തോന്നി. തന്നെ കാണുമ്പോൾ വൈശാഖിന്റെ പ്രതികരണം എന്തായിരിക്കും? തന്നെ ഉള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ടാകുന്നു. ഗീതു വണ്ടി പാർക്ക് ചെയ്ത് മീനുവിനെയും കൊണ്ട് ടൗൺ ഹാളിന്റെ വാതിൽ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ മീനു വൈശാഖിന്റെ മുഖം തിരയുകയായിരുന്നു. ഗീതു മീനുവിനെയും കൊണ്ട് മുൻനിരയിലെ കസേരയിലേക്ക് തന്നെ നടന്നു. ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മീനുവിന്റെ കണ്ണുകൾ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ടാതിഥികളുടെ മുഖങ്ങളിൽ വൈശാഖിനെ തിരയുകയായിരുന്നു. തന്നെ കാണുമ്പോൾ വൈശാഖിന്റെ പ്രതികരണം എന്തായിരിക്കും? തന്നെ ഉള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ടാവുമോ? ഗീതു വണ്ടി പാർക്ക് ചെയ്ത് മീനുവിനെയും കൊണ്ട് ടൗൺ ഹാളിന്റെ വാതിൽ ലക്ഷ്യമാക്കി നടന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി ടൗൺ ഹാളിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നു. മീനുവിന്റെ കണ്ണുകൾ വൈശാഖിന്റെ മുഖം തിരയുകയായിരുന്നു. ഗീതു മീനുവിനെയും കൊണ്ട് മുൻനിരയിലെ കസേരയിലേക്ക് തന്നെ നടന്നു. ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മീനുവിന്റെ കണ്ണുകൾ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ടാതിഥികളുടെ മുഖങ്ങളിൽ വൈശാഖിനെ തിരയുകയായിരുന്നു. കവിയായതുകൊണ്ട് നരച്ച ജുബയും പാൻറ്റും ഒരു തോൾ സഞ്ചിയുമൊക്കെയാവും വേഷമെന്നാണ് ഞാൻ കരുതിയത്. കവികളൊക്കെ ഇപ്പൊ എക്സിക്യൂട്ടീവ് വേഷത്തിലല്ലേ ചേച്ചി? വേഷാണോടി ഒരു കവിയെ സൃഷ്ടിക്കുന്നത്? കഴിവാ, അത് ജന്മസിദ്ധാ. ഇനി എങ്ങനെ നീ വാ തുറന്ന? കവിയെ കെട്ട് മുന്നേ ചേച്ചി ബുദ്ധിജീവിയായി, കെട്ടിക്കഴിഞ്ഞാൽ എന്താവോ എന്തോ. മീനു ഗീതുവിന്റെ തുടയിൽ അമർത്തിയൊന്ന് പിച്ചി. വേദിയിൽ മുൻനിരയിൽ വലതുഭാഗത്തായി സ്വാഗത പ്രാസംഗികന്റെ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു വൈശാഖ്. അവന്റെ കണ്ണുകളുമായി ഒന്ന് ഉടക്കാൻ മീനു അവന്റെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. കറുത്ത ഫ്രെയിമുള്ള കണ്ണടയും അവന്റെ ഇടതൂർന്ന മുറ്റുള്ള താടിയും അവന്റെ മുഖത്തിന് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. അലക്ഷ്യമായി ചീകി ഒതുക്കിയിട്ടില്ലാത്ത തലമുടി ഒരു എഴുത്തുകാരന്റെ അലസതയുടെ സൂചകം പോലെ മീനുവിന് തോന്നി. എങ്ങനെയെങ്കിലും ചടങ്ങുകളൊന്ന് വേഗം അവസാനിച്ചിരുന്നെങ്കിൽ അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. വൈശാഖിനോട് എന്തു പറഞ്ഞു തുടങ്ങുമെന്ന ചിന്തയായിരുന്നു മീനുവിന്. അടുത്തതായി അവാർഡ് ദാന ചടങ്ങാണ്. അവാർഡ് നൽകാൻ വിഷ്ണുവർദ്ധൻ സാറിനെയും ഏറ്റുവാങ്ങാൻ വൈശാഖ് തുരുത്തിയെയും ക്ഷണിക്കുന്നു. വൈശാഖ് വിനയത്തോടെ അവാർഡ് ഏറ്റുവാങ്ങി. വിഷ്ണുവർദ്ധൻ സാർ സംസാരിക്കാൻ തുടങ്ങി. സഹൃദയരെ, യുവകവി വൈശാഖിന് ഇനിയും ഉയരങ്ങളിലെത്താൻ കഴിയും. കാരണം അത്ര കാഴമുള്ള വരികളാണ് വൈശാഖിൻ്റേത്. അവാർഡിനർഹമായ കൃതിയുടെ തുടക്കത്തിൽ വൈശാഖ് എഴുതി വെച്ചത് ഇതാണ്: പ്രാണൻ നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ ചോരയിൽ ചവിട്ടി ഞാൻ കുറിക്കുന്ന വരികൾ, മനസ്സിൽ പ്രണയത്തിൻ്റെ കനൽ കോരിയിട്ടെങ്ങോ മറഞ്ഞ മീനാക്ഷിക്ക് സമർപ്പണം. വിഷ്ണുവർദ്ധൻ സാറിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ മീനുവിന് വല്ലാത്ത വേദന തോന്നി. തനിക്കായി സമർപ്പിക്കപ്പെട്ടത് വൈശാഖിന്റെ പുസ്തകമല്ല, അവന്റെ പ്രണയവും ജീവിതവുമാണ്. ചേച്ചി, ചടങ്ങ് കഴിയുമ്പോൾ വൈശാഖേട്ടൻ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് പുറത്ത് നിൽക്കാം. വൈശാഖേട്ടൻ എന്ന ഗീതുവിന്റെ വിളി മീനുവിനെയും വല്ലാതെ സന്തോഷിപ്പിച്ചു. ചേച്ചി കാറിൽ വെയിറ്റ് ചെയ്താൽ മതി. ഗീതു മീനുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വാക്കറിന്റെ സഹായത്തോടെ പതുക്കെ യേശു നടക്കുന്ന മീനുവിനെ കണ്ട് സദസ്സ് മുഴുവൻ ഒരു നിമിഷം ശ്രദ്ധിച്ചു. വിഷ്ണുവർദ്ധൻ സാറ് പ്രസംഗം തുടർന്നുകൊണ്ടിരുന്നു. വേദിക്ക് മുന്നിലൂടെ നടന്നു പോകുന്ന മീനുവിലേക്ക് ഒരു നിമിഷം വൈശാഖിന്റെ ശ്രദ്ധ തിരിഞ്ഞു. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മീനാക്ഷി. അവനൊന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, മീനു തന്നെ. ഗീതു മീനുവിനെയും കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. മീനു! പുറകിൽ നിന്നുള്ള വിളി കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. പിന്നിൽ വൈശാഖ്. മീനു അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആ കണ്ണുകളിൽ സ്നേഹം തളം കെട്ടിയിരുന്നു. ചേച്ചിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ വന്നതാ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ഏട്ടൻ ചടങ്ങ് കഴിഞ്ഞ് വന്നാൽ മതി. വേണ്ട, ഇപ്പോൾ പറഞ്ഞോളൂ. ചടങ്ങ് കഴിഞ്ഞ് ഒത്തിരി നേരമാവും. കവി സമ്മേളനമൊക്കെ ബാക്കിയാണ്. നമുക്ക് ആ തണലത്തേക്ക് ഇരിക്കാം. സത്യത്തിൽ ഞാൻ മീനുവിനോട് തെറ്റൊന്നും ചെയ്തിരുന്നില്ല. കോളേജിൽ വെച്ച് മീനുവിനെ അപമാനപ്പെടുത്തിയതൊക്കെ ഡേവിഡും കൂട്ടരിയായിരുന്നു. എനിക്കൊരിക്കലും മീനുവിനോട് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയായിരുന്നില്ല. പിന്നെ ഒരു വികലാംഗരാണെന്ന കാര്യം ഓർക്കാതെ കോളേജിൽ ആരാധനാപാത്രമായി നിന്നെ ഞാൻ പ്രണയിച്ചു പോയി. പിൽക്കാലത്ത് എൻ്റെ വിട്ടിത്തോർത്ത് ഞാൻ തന്നെ ചിരിച്ചിട്ടുണ്ട് മീനു. ആരാധനാപാത്രത്തിൻ്റെ സ്ഥിതി കണ്ടില്ലേ വൈശാഖ്? അവൾ വാക്കറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അറിഞ്ഞിരുന്നു മീനു. രാവിലെ ഞാൻ കണ്ടിരുന്നു.
ആക്സിഡൻറ്റും പപ്പ മരിച്ചതും കാല് നഷ്ടമായതൊക്കെ. അതേ വൈശാഖ്, ഞാൻ സ്വയം തെറ്റിരുത്താൻ നിന്നെ അന്വേഷിച്ച് വരുമ്പോഴേക്ക് നീ അവിടെ വിട്ടിരുന്നു. അറിയാം, അതും അവൻ പറഞ്ഞിരുന്നു. എന്നോട് ക്ഷമിച്ചുകൂടെ വൈശാഖ്? അവൾ യാചനാഭാവത്തിലാണ് പറഞ്ഞത്. ഏയ്, എന്താ മീൻ ഇത്? കണ്ണുടക്ക്. വൈശാഖ് കയ്യിലെ പുസ്തകം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ആദ്യത്തെ പുസ്തകം. നിന്നെ കണ്ടുമുട്ടെന്ന് വിചാരിച്ചല്ലേ മീനു ഈ പുസ്തകം നിനക്കായി സമർപ്പിച്ചത്. ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നിട്ടും നീ മനസ്സിലുണ്ടായിരുന്നു വൈശാഖ്. അവൾ അറിയാതെ അവൻ്റെ ചുമലിലേക്ക് ചാഞ്ഞുപോയി. കരയുകയായിരുന്ന അവളെ വൈശാഖൻ പുറത്തെട്ടി ആശ്വസിപ്പിച്ചു. ഞാനുണ്ട് മീനു, മരണം വരെ ഞാൻ ഈ കൈവിടില്ല. അവൻ മീനുവിനെ ചേർത്ത് പിടിച്ചു. ഹലോ, രണ്ടാളും ഇങ്ങനെ സെൻറ്റി അടിച്ചിരുന്നാലേ എനിക്ക് ബോറടിക്കുവേ. ഗീതു തമാശ പോലെ പറയുമ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചേച്ചിക്ക് സന്തോഷം നിറഞ്ഞൊരു ജീവിതം, അത് കഴിഞ്ഞ് വിവാഹം ചെയ്യുന്ന മനസ്സുകൊണ്ട് തീരുമാനിച്ചവളായിരുന്നല്ലോ അവൾ. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ മീനു? മീനു ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ശരി, ഞാൻ അമ്മയെ വിളിച്ച് പറയട്ടെ, ഇത്തിരി വൈകുന്നു. വൈശാഖ് മീനുവിനെ താങ്ങിപ്പിടിച്ച് ടൗൺ ഹാളിൻ്റെ വാതിലേക്ക് നടക്കുമ്പോൾ ഗീതു പറഞ്ഞു. ഓഹോ, ഇത്രയും കാലം താങ്ങിപ്പിടിച്ച് നടത്തിച്ച ഞാനിപ്പോൾ പുറത്തായി. മീനു വൈശാഖും ഗീതുവിനെ നോക്കി ചിരിച്ചു. വൈശാഖിനെ ചേർന്ന് നടക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. വൈശാഖ് മീനുവിനെയും കൊണ്ട് നേരെ നടന്ന സ്റ്റേജിലേക്കാണ്. ഇതെങ്ങോട്ടാ പോകുന്നേ? സ്റ്റേജിലേക്കോ? മീനു സംശയത്തോടെ ചോദിച്ചു. നീ വാ മീനു, ഒക്കെ പറയാം. ഗീതു അവർ അനുഗമിച്ചു. മീനുവിനെയും താങ്ങിപ്പിടിച്ച് സ്റ്റേജിലേക്ക് കയറി വന്ന വൈശാഖിനെ വേദിയിലിരിക്കുന്നവരും സദസ്സിലുള്ളവരും ആകാംക്ഷയോടെ നോക്കി. അവനവളെ കസേരയിലിരുത്തി. അടുത്തായിട്ട് 2 വാക്ക് സംസാരിക്കാൻ അവാർഡ് ജേതാവ് വൈശാഖിനെ ക്ഷണിക്കുന്നു. സഹൃദയരെ, ഞാൻ ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്ന ഒരു മീനാക്ഷിയെക്കുറിച്ച് വിഷ്ണു സാറ് നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ. ഞാൻ പോലും അറിയാതെ സദസ്സിലൊരിടത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ആ മീനാക്ഷി. എന്നും എൻ്റെ കവിതയും പ്രണയവുമായിരുന്നവൾ. വൈശാഖ് മീനാക്ഷിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. സദസ്സ് മുഴുവൻ കരഘോഷം മുഴങ്ങുമ്പോൾ മീനു എല്ലാവർക്കും കൈകൂപ്പി. വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ മാഗസിൻ എഡിറ്ററായ മീനാക്ഷിയെ ഞാൻ ഏൽപ്പിച്ച കവിതയാണിത്. ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ അവളിപ്പോൾ ആ മാഗസിൻ കാണിച്ചപ്പോഴാണ്. കാരണം ആ കവിത ഏൽപ്പിച്ചിട്ട് 2 നാൾ കഴിഞ്ഞ് എനിക്ക് നാട് വിട്ടു പോവേണ്ടി വന്നു. എനിക്ക് വേണ്ടി മീനു സൂക്ഷിച്ചു വെച്ച പ്രണയ സമ്മാനം, അച്ചടി മഷി പുരണ്ട എൻ്റെ ആദ്യ രചന. വൈശാഖ് മീനുവിനെ എഴുന്നേൽപ്പിച്ച് മൈക്കിനടുത്തേക്ക് വന്നു. കാലുവയ്യാത്ത 2 പേരെയും ജനം സാഗൂതം നോക്കിയിരുന്നു. ഇനി മുതൽ എൻ്റെ ജീവിതവും കവിതയും ഇവളാണ്. ഞങ്ങൾ അനുഗ്രഹിക്കുക. സദസ് കരഘോഷത്താൽ അവർ അനുഗ്രഹിച്ചു. സ്റ്റേജിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് നടക്കവേ ഗീതു പറഞ്ഞു. ചേച്ചി, അമ്മ പറയുന്ന ആളെ ഞാൻ കെട്ടുമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഇനി ഗീതുട്ടി കോളേജിലൊന്ന് വിലസണം. ഇനിയൊരു ഏട്ടൻ കൂടെ ഉണ്ടെന്ന് ഓർമ്മ വേണേ. മീനു വൈശാഖിന്റെ ചുമലിൽ ചാരിയിരുന്നു. വൈശാഖളെ തലോടുന്ന കാണാതിരിക്കാൻ ഗീതു കാറിന്റെ മുന്നിലെ ഗ്ലാസ് അല്പം ഉയർത്തി വെച്ചു. ഹായ് പ്രിയമുള്ളവരെ, ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ മാധുരി എഴുതുന്ന മനോഹരമായ പ്രണയകഥ എൻ കണ്ണേ കാതലേ നമ്മുടെ ഷാഹുൽ മലയിൽ സ്റ്റോറീസ് എന്ന ചാനലിൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ താന്തോന്നിത്തരങ്ങളും കയ്യിലുള്ള നല്ല അസൽ തെമ്മാടിയായ നസ്രാണി ചെക്കൻ്റെയും അവൻ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നൊരു തമിഴെത്തി പട്ടത്തി പെണ്ണിൻ്റെയും അനുരാഗപൂരിതമായ പ്രണയകഥ എൻ കണ്ണേ കാതലേ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ സ്വന്തം ഷാഹുൽ മലയിൽ സ്റ്റോറീസിൽ. ഡോണ്ട് മിസ് ഇറ്റ്, ഫീൽ ഇറ്റ്, hear it.